ഓക്കെ, സോ അവർ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്ലൈമറ്റ് എന്നാണ്. അതായത് നമ്മുടെ എർത്തിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നതാണ് അല്ലേ. വി നോ ദ സീസൺസ്, ദ റെയിനി സീസൺസ് ഉണ്ട്, സമ്മർ സീസൺസ്, വിൻ്റർ സീസൺസ്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് പ്രഡിക്റ്റബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ റീസെൻറ്റ് ഡേയ്സ് വി നോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചസും ഹാപ്പൻ ചെയ്യുന്നുണ്ട്. സോ വാട്ട് എവർ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദി ക്ലൈമറ്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. ഇതൊരു യൂണിവേഴ്സിറ്റി എസ് എ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇതിൽ ഇത്ര താഴെ പറയുന്ന 7 ഫാക്ടേഴ്സാണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഫാക്ടർ ഇൻസുലേഷൻ എന്ന് പറയുന്നൊരു ഒരു ഫാക്ടർ ഉണ്ട്. ഇൻസുലേഷൻസ് മാറുന്നത് കൊണ്ട് ക്ലൈമറ്റ് മാറുന്നു. ടെമ്പറേച്ചർ ചേഞ്ച് കാരണം ക്ലൈമറ്റ് മാറുന്നുണ്ട്. ഹ്യൂമിഡിറ്റി, പ്രഷർ, വിൻഡ്, precipitation, topography. When all these parameters are getting changed, you can see a change in the climate. So these are the 7 factors which influences the climate. Okay, so first factor എന്ന് പറയുന്നത് ഇൻസുലേഷൻ ആണ്. ഇൻസുലേഷൻ എന്ന് പറയുന്നത് ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇൻസുലേഷൻ. ഓക്കെ, അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ആ ഒരു ചൂടിനെയാണ് നമ്മൾ ആ ഒരു താപം എന്ന് പറയില്ലേ, ആ ഒരു റേഡിയേഷൻ, അതിനെയാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ അതായത് എത്രമാത്രമാണ് സൂര്യനിൽ നിന്നുള്ള റേഡിയേഷൻ ഭൂമിയിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഭൂമിയിൽ ഓരോ സ്പോട്ടിലും ഓരോരോ പോയിൻറ്റ്സിലും അല്ലെങ്കിൽ ലൊക്കേഷൻസിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഇൻസുലേഷൻ തന്നെ രണ്ടായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസുലേഷൻ എന്ന് പറയുന്നത് ഏത് റേറ്റിലാണ് ഇൻസുലേഷൻ ഭൂമിയിലേക്ക് റിസീവ് ചെയ്യുന്നതെന്നുള്ളതിനെ നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസുലേഷൻ എന്ന് പറയും. ദെൻ ഇൻസുലേഷൻ എന്ന് പറയുന്നത് സണ്ണിൻ്റെ റേസ് ആണല്ലോ, സണ്ണിൻ്റെ റേഡിയേഷൻസ് ആണല്ലോ. അപ്പോൾ ഏത് ആംഗിളിലാണ് ഇത് പതിക്കുന്നത് എന്നുള്ളതിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസുലേഷൻ എന്ന് പറയും. ആംഗിൾ അറ്റ് വിച്ച് ദാറ്റ് സൺസ് എനർജി സ്ട്രൈക്സ് എർത്ത്, അതിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസുലേഷൻ എന്ന് പറയും. ഈ ആംഗിൾ കൂടുന്നത് നല്ലതാണ് മീൻസ് ഈ ആംഗിൾ കൂടുമ്പോൾ ആസ് ദി ആംഗിൾ ഓഫ് ഇൻസുലേഷൻ ഇൻക്രീസസ് 90 ഡിഗ്രി ഒക്കെ ആകുമ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസുലേഷൻ ഇൻക്രീസസ്. അത് നമ്മൾ പറയില്ലേ, ഉച്ചയാകുമ്പോൾ നമ്മുടെ നട്ടുച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ വരുമ്പോൾ 90 ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു ഇതിൽ വരുമ്പോൾ നമുക്കറിയാം ചൂട് കൂടുതലാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോൾ സൺ അല്ലേ, അത് ഇൻക്ലൈൻഡ് ആയിട്ട് മീൻസ് ആ രീതിയിൽ എടുത്ത് ജസ്റ്റ് നോക്കുമ്പോൾ ഒരു അർത്ഥം നമുക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ 90 ഡിഗ്രിയിൽ നിന്ന് മാറുമ്പോൾ ഒരു ആംഗിള് ഒരു ലെസ് ദാൻ 90 ഡിഗ്രി ഒക്കെ വരുമ്പോൾ നമുക്കറിയാം സൂര്യൻ്റെ ചൂട് കുറഞ്ഞു വരുന്നുണ്ട്. ആ രീതിയിൽ ജസ്റ്റ് മനസ്സിലാക്കുക. കൂടുതലായിട്ടുള്ള ടെക്നിക്കൽ സ്ലൈഡ്സ് ഇപ്പോൾ വരും, മീൻസ് അടുത്ത സ്ലൈഡ്സിലായിട്ട് നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇൻസുലേഷനാണ്, ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ. അതിനെ എത്രമാത്രം എമൗണ്ട് സോളാർ റേഡിയേഷൻ വരുന്നു അതിന് 2 തരത്തിൽ നമ്മൾ ജസ്റ്റ് ലൈക്ക് വെക്ടർ നമ്മൾ പറയുക എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ ഇൻറ്റൻസിറ്റീനെ ഡെപിക്റ്റ് ചെയ്യാം, അതുപോലെ ആംഗിൾ ഓഫ് ഇൻസുലേഷൻ എന്നുള്ള രീതിയിൽ പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് റെപ്രസെൻറ്റേറ്റീവ് ഫോട്ടോഗ്രാഫ്സ് വെച്ചിരിക്കുന്നു. ഇതിൽ പറയുമ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസുലേഷൻ ആണല്ലോ, അപ്പോൾ അത് റേറ്റ് അറ്റ് സോളാർ എനർജി റിസീവ്ഡ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ യൂണിറ്റ് പറയുന്നത് ജൂൾസ് പെർ മീറ്റർ പെർ സെക്കൻഡിനാണ്. ഇതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസുലേഷൻ. ഓക്കെ, ഇനി 90 ഡിഗ്രിയിലാണ് പതിക്കുന്നതെങ്കിൽ മാക്സിമം ഇൻറ്റൻസിറ്റി ആയിരിക്കും. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേറ്റർ റീജിയൻ ഇതല്ലേ 0 ഡിഗ്രി എന്ന് പറയുന്ന ഇക്വേറ്റർ, ഈ ലാറ്റിറ്റ്യൂഡ് അല്ലേ, ലാറ്റിറ്റ്യൂഡ് 0 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ഇൻസുലേഷൻ ലഭിക്കുന്നുണ്ടായിരിക്കുക. അതായത് നമ്മുടെ ഇന്ത്യ ഒക്കെ കിടക്കുന്ന ഇക്വേറ്ററിലാണ്. ഈ ലാറ്റിറ്റ്യൂഡ് കൂടുന്തോറും കണ്ടോ ഇവിടെ 30 ഡിഗ്രി നോർത്ത്, 60 ഡിഗ്രി നോർത്ത്, 90 ഡിഗ്രി നോർത്ത്, ഇങ്ങനെ മേളിലേക്ക് പോകുന്തോറും ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറയാൻ തുടങ്ങും. ഇത് കണ്ടോ, ഇത് 90 ഡിഗ്രി ആയിട്ടാണ് ഇവിടെ വരയ്ക്കുന്നത്. ഇത് ഈ ടാൻജൻറ്റ്, ഈ ഒരു റേ ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ 90 ഡിഗ്രി അല്ലേ വരിക. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആ ഒരു ഇവിടുത്തെ ഒരു ഇത് വരയ്ക്കുമ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ യു ക്യാൻ സി സ്ലാൻഡിങ് ആംഗിൾ ഓഫ് സ്ലാൻഡിങ് റേഡിയേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ പോകുമ്പോൾ യു ക്യാൻ സി പോൾസിലും ഇവിടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈ ഒരു പ്രദേശത്തൊക്കെ പോകുമ്പോൾ ഈ ഇൻസുലേഷൻ്റെ ആംഗിള് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ എന്തായിരിക്കും, ഇൻസുലേഷൻ്റെ എഫക്റ്റ് കുറവായിരിക്കും. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യയൊക്കെ കിടക്കുന്ന ഈ ഇക്വേറ്റർ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ഇൻസുലേഷൻ ലഭിക്കുന്നത് ബിക്കോസ് ഓഫ് ദിസ് 90 ഡിഗ്രി. ഓക്കെ, നൗ
ദർ ആർ സെവറൽ അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. അതായത് എന്തുകൊണ്ടാണ് ഈ 90 ഡിഗ്രി ആയതുകൊണ്ട് മാത്രമല്ല ഇത് കൂടാൻ കാരണം വേറെ നമുക്ക് റീസൺ പറയാം. എർത്തിൻ്റെ ഷേപ്പ് ഒബ്ലേറ്റ് സ്ഫിറോയിഡ് ആണ്. ആ ഒരു പോയിന്റ് കൂടി നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് പറയാം. എർത്തിൻ്റെ ഷേപ്പ് ഒബ്ലേറ്റ് സ്ഫിറോയിഡ് ആയതുകൊണ്ട്, അതായത് സ്ലൈറ്റ്ലി ബൾജ്ഡ് അറ്റ് ദി ഇക്വേറ്ററും ഫ്ലാറ്റൻ അറ്റ് ദി പോൾസും ആയതുകൊണ്ടും ഈ ഒരു ഫീച്ചർ വരുന്നുണ്ട്, ഇൻസുലേഷൻ ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ Earth is revolving around the sun, it is in an elliptical orbit. So due to that reason also the change in insulation is varying at different points എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അത് പറയാം. ഓക്കെ, നൗ ഇവിടെ ഇങ്ങനെ കണ്ടോ, നമ്മളൊരു ഇവിടുത്തെ ഒരു പോയിന്റ് ആണെങ്കിൽ സോളാർ റേഡിയേഷൻ ഇവിടെ നിന്ന് വരുമ്പോൾ ജസ്റ്റ് ഇത് വരും. ഇവിടെ ആകുമ്പോൾ അത് ഈ ഒരു ഇതിനെ ലാർജ് ഏരിയയിലേക്ക് സ്പ്രെഡായി പോകും. ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞ പ്രദേശമായതുകൊണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ഇഫക്റ്റ് കുറവായിരിക്കും എന്നുള്ള രീതിയിലും പറയാവുന്നതാണ്. ഓക്കെ, നൗ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ഇൻസുലേഷൻ എന്നുള്ളത് കണ്ടു കഴിഞ്ഞു. എന്താണ് ഫസ്റ്റ് ഫാക്ടർ ഇൻസുലേഷൻ ആണ്. ഇൻസുലേഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി ഇൻസുലേഷനെ ഗവേൺ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാ എന്നും കൂടി നമ്മളതിൽ പറയണം. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി സൺ ആണ്. ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി സൺ എന്ന് പറയുമ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി സൺ എഫക്ട് ദി എമൗണ്ട് ഓഫ് എനർജി ഡെലിവേഴ്സ് ടു ദി സൺ. ഓക്കെ, അത് തന്നെയാണ് പറയുന്നത്. അതായത് റേസ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ചില സ്ഥലത്ത് അപ്പോൾ അവിടെ മാക്സിമം ഇൻസുലേഷൻ വരും. സ്ലാൻഡിങ് ആകുമ്പോൾ യു ക്യാൻ സി എന്താണ് സ്പ്രെഡിങ്. അത് പെർപെൻഡിക്കുലർ റേസ് ഒരു ഷാർപ്പായിട്ട് പതിക്കുന്നതുകൊണ്ട് അവിടെ ഭയങ്കര ചൂടായിരിക്കും. മറ്റേത് ഇവിടെ ആകുമ്പോഴോ അത് സ്ലാൻഡിങ് ആയിട്ടുള്ള രീതിയിൽ വരുമ്പോൾ അത് ലാർജ് ഏരിയയിലേക്ക് സ്പ്രെഡ് ആവുന്നതുകൊണ്ട് അവിടെ ഇൻസുലേഷൻ്റെ ഇത് ഇതായിരിക്കും. അതായത് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി സണ്ണ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഫാക്ടർ വരുന്നത്. അതിൽ തന്നെ പറയുമ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി സൺ മീൻസ് എത്ര ഡിസ്റ്റൻസിലാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഒരു ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി സൺ, ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് വേരിയേഷൻ എന്നുള്ള രീതിയിലും പറയാം കേട്ടോ. ഇതിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈ ഒരു പോയിന്റിൽ നമുക്ക് കവർ ചെയ്യാം. അത് സണ്ണ് ഓവർ ഹെഡ് ആകുമ്പോൾ റേസ് ഫോൾ വെർട്ടിക്കലി, ഹൈ ഇൻസുലേഷൻ വരുന്ന ഇക്വേറ്ററിലാണ്, കോൺസെൻട്രേറ്റഡ് എനർജി വരും. ഇവിടെ ആകുമ്പോൾ സ്ലാൻഡിങ് ഇവിടെ മുകളിലേക്ക് ഹൈ ലാറ്റിറ്റ്യൂഡ്സിൽ പോകുമ്പോൾ എന്താണ് റേഡിയേഷൻ എനർജി സ്പ്രെഡ്സ് ഓവർ എ ലാർജ് ഏരിയ അല്ലേ. ഇവിടെ ഇത് കണ്ടോ ലാർജർ ഏരിയയിലേക്ക് അതിങ്ങനെ സ്ട്രെച്ചായി പോകുന്ന പോലെ വരുന്നുണ്ട്. ഹൈ ലാറ്റിറ്റ്യൂഡ്സിൽ ലോ ഇൻസുലേഷൻ ആയിരിക്കും പോൾസിലൊക്കെ എത്തുമ്പോൾ. അതുപോലെ അടുത്തൊരു പോയിന്റ് വരുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് എർത്തിൻ്റെ ഓർബിറ്റ് എന്ന് പറയുന്നൊരു എലിപ്സ് അല്ലേ. എലിപ്സിലെ ഈ ഒരു പോയിന്റ് വരുമ്പോൾ ഇൻസുലേഷൻ ഈ പെരിഹെലിയോൺ ഫിലിയോൺ എന്ന് പറയുന്ന പോയിന്റ്സിൽ വരുമ്പോൾ യു ക്യാൻ സി ഇൻസുലേഷൻ ഈസ് മോർ അറ്റ് ദി പെരിഫിലോൺ. ജനുവരി സീസണൊക്കെ ആകുമ്പോൾ പെരിഫിലോണിൽ എർത്ത് വന്ന് നിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇൻസുലേഷൻ എർത്തിൻ്റെ ഒരു പോർഷൻ വന്ന് നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇൻസുലേഷൻ കൂടുതലായിട്ട് തോന്നാം. ഓക്കെ, മീൻസ് അത് ആ ഒരു ഷേപ്പ് കാരണമാണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ വന്ന് നിൽക്കുമ്പോൾ എലിപ്സിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ ചൂട് കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും എന്നുള്ളതുപോലെ. ഓക്കെ, ഇപ്പോൾ യൂഷ്വലി 6 to 7% ഇൻസുലേഷനിൽ റേഡിയേഷൻ ചേഞ്ച് വരാറുണ്ട്. ഇങ്ങനെ ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസിലും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലും എലിപ്സിൻ്റെ രീതിയിൽ വന്ന് നിൽക്കുമ്പോൾ, എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ വന്ന് നിൽക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി സൺ ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് പറയുമ്പോൾ അതിൽ ഈ രണ്ട് പോയിന്റ് കൂടി ആഡ് ചെയ്ത് പറയണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ ഡ്യൂ ടു ദി എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഓക്കെ, നൗ എമൗണ്ട് ഓഫ് അറ്റ്മോസ്ഫിയർ ടു ബി ക്രോസ്ഡ്. അതായത് ഇവിടെയാണ് തിക്നെസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കൂടുതലും അറ്റ്മോസ്ഫിയറിൻ്റെ തിക്നെസ് ഇക്വേറ്റർ റീജിയനിലാണ് ഒരു കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അത് ഒരു ഇഫക്റ്റ് വരുന്നുണ്ട്. കൊറോളിസ് ഇഫക്റ്റ് എന്ന് പറയുന്നൊരു ഇഫക്റ്റ് കാരണം കൂടുതൽ തിക്നെസ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ, കൂടുതൽ തിക്നെസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ വരുന്ന എർത്തിൻ്റെ ഇക്വേറ്ററിലാണ്. അതുപോലെ എർത്തിൻ്റെ ഗ്രാവിറ്റി കാരണം അവിടേക്കാണ് കൂടുതലും അഡ്ഹെയർ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോർ heat retention is by the air molecules at the equator, so more insulation is at the equator and less at the high latitudes like Tropic of Cancer, poles etc. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ആഡ് ചെയ്ത് പറയാം.
എമൗണ്ട് ഓഫ് അറ്റ്മോസ്ഫിയർ ടു ബി ക്രോസ്ഡ് ഈ റെഡ് ലൈനിൽ കാണിച്ചൊരു ഇത് എഴുതിയാലും മതി. ഇൻ ഷോർട്ട് തിക്നെസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ കൂടുതൽ ഇക്വേറ്ററിലാണ്, അപ്പോൾ എയർ കൂടുതൽ അറ്റ്മോസ്ഫിയറിലായിരിക്കും. അത് അങ്ങനെ വരാൻ കാരണം ഒരു എർത്തിൻ്റെ കർവേച്ചർ, ഒരു കൊറോളിസ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഇഫക്റ്റ് കാരണമാണ് അവിടെ അറ്റ്മോസ്ഫിയറിൻ്റെ തിക്നെസ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എയർ മോളിക്യൂൾസ് കൂടുതലാകുമ്പോൾ ആ എയർ മോളിക്യൂൾസ് എല്ലാം എന്താ പറയുന്നത്, ഹീറ്റിനെ റീറ്റെയിൻ ചെയ്യും. എയർ വരുമ്പോൾ അത് എയർ ഹീറ്റിനെ റിറ്റെയിൻ ചെയ്യും. അതുകൊണ്ടാണ് ഇക്വേറ്ററിൽ ഇൻസുലേഷൻ കൂടുതൽ. ഓക്കെ, ഞാൻ അടുത്ത പോയിന്റ് വരുന്നത് ഡ്യൂറേഷൻ ഓഫ് സൺലൈറ്റ്. ഇൻസുലേഷൻ കൂടാൻ കാരണം കൂടുന്നതിൻ്റെ ഒരു റീസൺ ആയിട്ട് നമ്മൾ ഡ്യൂറേഷൻ ഓഫ് ദി സൺലൈറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതായത് എമൗണ്ട് ഓഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡ്യൂറേഷൻ. അത് പറയുമ്പോൾ നമ്മൾ ആ ഒരു പോയിന്റ് ആഡ് ചെയ്ത് പറയണം. അതായത് എർത്ത് എന്ന് പറയുന്ന ഒരു വെർട്ടിക്കലായിട്ട് മാത്രമല്ല, എർത്തിൻ്റെ ആക്സിസ് ടിൽറ്റഡ് ആണ്. 23.44 ഡിഗ്രി ടിൽറ്റഡ് ആയതുകൊണ്ട് യു ക്യാൻ സി ലോ ലാറ്റിറ്റ്യൂഡ്സിൽ ഇക്വേറ്ററിൽ വരുമ്പോൾ അത് കൂടുതൽ ഡേ ലൈറ്റ് അവിടെ വരുന്നുണ്ട്. പോളാർ റീജിയണിൽ വരുമ്പോൾ ചില ദിവസങ്ങളിൽ സൂര്യനെ കാണില്ല, ചില ദിവസങ്ങളിൽ എന്താ പറയുക രാത്രി ഉണ്ടാവില്ല ഫുൾ. അപ്പോൾ ലൂണാർ പോളാർ ഡേ ആൻഡ് പോളാർ നൈറ്റ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ ആർട്ടിക് അൻ്റാർട്ടിക് റീജിയൻസിൽ വരുന്നത്. വേറെ ഒരു ഒപ്റ്റിമലായിട്ടുള്ള ഡേയ്സാണ് നമുക്ക് 12 മണിക്കൂർ രാത്രി 12 മണിക്കൂർ പകലൊക്കെയാണ് നമ്മുടെ ഇക്വേറ്ററിൽ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ഇക്വേറ്ററിൻ്റെ അവിടെ ഇൻസുലേഷൻ്റെ ഒരു കാര്യം നോട്ട് ചെയ്ത് പറയാം കേട്ടോ. ഡ്യൂറേഷൻ ഓഫ് ദി സൺലൈറ്റ്, ഡ്യൂറേഷൻ എത്രമാത്രം കിട്ടുന്നു. അപ്പോൾ പോൾസിൻ്റെ അവിടെ ചിലപ്പോൾ സൂര്യനെ കിട്ടുകയില്ല, മീൻസ് സൂര്യനെ കാണുകയില്ല. ചിലപ്പോൾ ചില മാസങ്ങളിൽ സൂര്യൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക, ബാക്കി രാത്രി എന്നൊരു കൺസെപ്റ്റ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ ഒക്കെ ഡ്യൂറേഷൻ ഓഫ് ദി സൺലൈറ്റ് അത് നല്ലത്. അത് വേരി ചെയ്യാൻ കാരണം പോൾസിൽ അത് വേരി ചെയ്യാൻ കാരണം ഈ ടിൽറ്റ് ഉള്ളത് കൊണ്ടാണ്. ഒരു ഭാഗത്ത് സൂര്യൻ എത്താത്ത രീതിയിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സൺ എത്താത്ത രീതിയിൽ മറിഞ്ഞിരിക്കുന്ന അവിടെയാണ് നമ്മുടെ ഇൻസുലേഷൻ തീരെ വരാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇൻസുലേഷൻ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ ആഡ് ചെയ്ത് പറയാം. ഞാൻ അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞ ഔട്ട്പുട്ട് ഓഫ് എനർജി ബൈ ദി സൺ. സണ്ണിൽ നിന്നുള്ള എനർജി കുറഞ്ഞു വരും, മീൻസ് എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഫ്രം ദി സൺ കോൺട്രിബ്യൂട്ട് ടു ദി സോളാർ കോൺസ്റ്റന്റ്. എർത്തിൻ്റെ സൺസ് ഔട്ട്പുട്ട് എനർജി ക്യാൻ വെരി ബൈ 5 to 10% ഫ്രം ഡേ ടു ഡേ ക്രീസ് ആൻഡ് സൺ സ്പോട്സ്. ഓക്കെ, അപ്പോൾ ഒരു ഡേ ചിലപ്പോൾ സൂര്യൻ്റെ എനർജി കൂടുതലായിരിക്കും, അടുത്ത ദിവസം ഒരു 10% കുറയാം. അപ്പോൾ ആ രീതിയിൽ വേരിയേഷൻ വരുന്നത് കൊണ്ട് ഇൻസുലേഷനിൽ വാല്യൂ മാറാം എന്നുള്ളൊരു പോയിന്റ് ആഡ് ചെയ്ത് പറയണം. ദെൻ തിക്നെസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ, ട്രാൻസ്പെറൻസി ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ക്ലൗഡൊക്കെ വരുമ്പോൾ ചില ക്ലൗഡ്സ് ഡസ്റ്റൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് അറ്റ്മോസ്ഫിയർ സൂര്യപ്രകാശത്തിനെ അബ്സോർബ് ചെയ്യാം, സ്കാറ്റർ ചെയ്യാം, റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഘടകങ്ങൾ വരുമ്പോൾ ക്ലൗഡ്, ഡസ്റ്റ്, എയറോസോൾസ്, സ്മോക്ക്, പൊല്യൂഷൻ, വാട്ടർ വേപ്പർ, ഓസോൺസ്, ഇതങ്ങനെയുള്ള പാരാമീറ്റേഴ്സിൻ്റെ വേരിയേഷൻസ് കാരണം ഇൻസുലേഷനിൽ വേരിയേഷൻസ് വരാം. ഓക്കെ, സോ ദീസ് ഇൻസുലേഷൻ എന്താണെന്ന് പറയുകയും അതിൻ്റെ കൂടെ വിച്ച് ആർ ദി ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിങ് ടു ഇൻസുലേഷൻ. ഓക്കെ, അപ്പോൾ സണ്ണിൻ്റെ ഒരു കാര്യം പറയണം, ദെൻ അറ്റ്മോസ്ഫിയറിൻ്റെ തിക്നെസ് പറയുക, അറ്റ്മോസ്ഫിയറിൻ്റെ ട്രാൻസ്പെറൻസി പറയുക, ഒരു പോയിന്റ് ഇത് തിക്നെസ്, ഒരു പോയിന്റ് ട്രാൻസ്പെറൻസി, ദെൻ ഡ്യൂറേഷൻ ഓഫ് ദി സൺലൈറ്റിനെ പറ്റി പറയണം, ദെൻ ഔട്ട്പുട്ട് എനർജി ബൈ ദി സൺ ഒക്കെ കവർ ചെയ്ത് പറയണം. ഓക്കെ, പിന്നെ അടുത്തൊരു പോയിന്റ് വരുന്നത് സോളാർ കോൺസ്റ്റന്റ് എന്താണെന്നുള്ളതാണ്. എനർജി എമിറ്റഡ് ബൈ ദ സൺ, എമൗണ്ട് ഓഫ് ഇൻസുലേഷൻ ചേഞ്ച് ചെയ്യും സണ്ണിൽ നിന്നുള്ള എനർജി. അപ്പോൾ അതിനെ കലോറി പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻസുലേഷനെ, അതിൻ്റെ പേരാണ് സോളാർ എനർജി, സോളാർ കോൺസ്റ്റന്റ്. അതിൻ്റെ വാല്യൂ ഇത്രയാണ് വരുന്നത്, 1.94 ഗ്രാം പെർ സ്ക്വയർ കലോറീസ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻസുലേഷനിൽ വരുന്ന ടോപ്പിക് ഇനിയാണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹീറ്റ് വരുന്നതും പോകുന്നതും അല്ലേ, ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ, അതിനെയാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ഇൻസുലേഷൻ 100% എനർജി സണ്ണിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് വേവ് റേഡിയേഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് വിസിബിൾ സ്പെക്ട്രം, UV റേസ്, ഇൻഫ്രാറെഡ് റേസ് ഒക്കെ പോലെ വരുന്നതാണ് ഷോർട്ട് വേവ് റേഡിയേഷൻ. അപ്പോൾ അതിൽ 30% റിഫ്ലക്റ്റഡ് ബാക്ക് ക്ലൗഡ്സ് അത് റിഫ്ലക്റ്റ് ചെയ്യും,
19% അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്യും, 51% ആണ് എർത്ത് സർഫസ് ക്യാച്ച് ചെയ്യുക. അല്ലേ, ലാൻഡും ഓഷ്യൻസും മണ്ണും കടലും കൂടിയിട്ട് അബ്സോർബ് ചെയ്യുന്ന 51% ആണ്. ഓക്കെ, 19% അറ്റ്മോസ്ഫിയർ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയാണ് ഇൻസുലേഷൻ വരുന്നുണ്ടാവുക. അതിൽ എർത്തിൽ വരുന്ന 51% എർത്ത് ടെറസ്ട്രിയൽ റേഡിയേഷൻ, അത് എന്താ പറയും, വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചൂട് ആവിയായിട്ട് പോവില്ലേ, അപ്പോൾ അങ്ങനെ ടെറസ്ട്രിയൽ റേഡിയേഷനായിട്ട് തിരിച്ചു പോകുന്ന ആ റേഡിയേഷനെയാണ് നമ്മൾ ഔട്ട് ഗോയിങ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുക. അത് വരുന്നത് ഷോർട്ട് വേവ് ആയിട്ടാണെങ്കിൽ തിരിച്ച് ഭൂമി അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ലോങ് വേവ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ പറയേണ്ട ഒരു കാര്യം എങ്ങനെയൊക്കെയായിരിക്കും, സർഫസ് റേഡിയേഷൻ, സെൻസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ, ലാറ്റൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ഒരു പ്രതിഭാസങ്ങളിലൂടെയാണ് ഭൂമിയിലെ മണ്ണിലെ ചൂട് തിരിച്ച് അങ്ങോട്ട് മണ്ണിൽ വന്നിട്ടുള്ള ആ 51% എന്ന് പറയുന്ന ആ സ്പ്ലിറ്റപ്പ് തിരിച്ചു പോകുന്നുണ്ടാവുക. അപ്പോൾ തിരിച്ചു പോകുന്നത് ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ ഗ്രേറ്റർ ദാൻ ഔട്ട് ഗോയിങ് ആണെങ്കിൽ, വരുന്ന ചൂട് പോകുന്നതിനേക്കാളും കൂടുതലാണെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിലേക്ക് അത് ലീഡ് ചെയ്യും. ഇനി വരുന്നത് കുറവാണ്, ഔട്ട് ഗോയിങ് ആണ് കൂടുതൽ, പോകുന്നത് കൂടുതലാണ്, വരുന്ന ചൂട് കുറവാണെങ്കിൽ എന്താണ്, ഗ്ലോബൽ കൂളിങ്ങിലേക്ക് അത് ലീഡ് ചെയ്യും. ദെൻ ക്ലൈമറ്റ് ചേഞ്ച് പാറ്റേൺസ് ഒക്കെ വരും. ഇതൊക്കെയാണ് ഹീറ്റ് ബഡ്ജറ്റ് ബാലൻസിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക് കേട്ടോ. വാട്ട് ഈസ് ഹീറ്റ് ബഡ്ജറ്റ് ബാലൻസ് പറയുമ്പോൾ എന്താ, വരുന്ന ഇൻകമിങ് സോളാർ റേഡിയേഷനെ പറ്റിയിട്ട് പറയുന്നു, ഔട്ട് ഗോയിങ് ടെറസ്ട്രിയൽ റേഡിയേഷനെ പറ്റി പറയുക. അത് തമ്മിലുള്ള ബാലൻസിനെയാണ് ഹീറ്റ് ബഡ്ജറ്റ് ബാലൻസ് പറയുന്നത്. രണ്ടും ഈക്വൽ ആണെങ്കിൽ സ്റ്റേബിൾ ആവറേജ് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. സ്റ്റേബിളായിട്ട് എപ്പോഴും ഒരേ ആവറേജ് ടെമ്പറേച്ചറാണ് ഭൂമിയിൽ പെർസിസ്റ്റ് ചെയ്യുക. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും, ചിലപ്പോൾ ഗ്ലോബൽ കൂളിംഗ് ഉണ്ടാവും. കാരണം എന്താണ്, ഇൻകമ്മിങ് റേഡിയേഷൻ ഔട്ട് ഗോയിങ് റേഡിയേഷനും തമ്മിൽ വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങും ഗ്ലോബൽ കൂളിംഗും ഒക്കെ ഉണ്ടാവും. രണ്ടും തുല്യമാണെങ്കിൽ സ്റ്റേബിൾ ആവറേജ് ടെമ്പറേച്ചറായിട്ട് എർത്തിൽ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്ത് പോകും. ഓക്കെ, നൗ ജസ്റ്റ് പോയിന്റ്സ് നോട്ട് ചെയ്യുക. എർത്തിൻ്റെ ഹീറ്റ് ബഡ്ജറ്റ് എഫക്റ്റ് ചെയ്യുന്ന ക്ലൗഡ്, ലാറ്റിറ്റ്യൂഡ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഇതൊക്കെയാണ് അതിൻ്റെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം കേട്ടോ. ഇനി ലാറ്റിറ്റ്യൂഡിനൽ ഹീറ്റ് ബാലൻസ് പറയുന്നത്, വരുന്നതും പോകുന്നതും ഈക്വൽ ആണെങ്കിൽ എന്താണ്, സ്റ്റേബിൾ ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞു, സ്റ്റേബിൾ ആവറേജ് ടെമ്പറേച്ചർ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇനി വരുന്നതും പോകുന്നതും തുല്യമാണെങ്കിലും ഒരു ഹീറ്റ് ബാലൻസ് ഉണ്ടായിരിക്കും. അതായത് ഇക്വേറ്ററിൽ ഒരു ഹീറ്റ് ബാലൻസ്, പോളിൽ ഒരു ഹീറ്റ് ബാലൻസ്. ഓക്കെ, നൗ അത് ദർ ഇസ് എ പ്രൊനൗൺസ്ഡ് എക്സസ് ഓഫ് ഇൻകമ്മിങ് ഓവർ ഔട്ട് ഗോയിങ് ഇൻ ദി ലോ ലാറ്റിറ്റ്യൂഡ്. അതായത് ഇക്വേറ്ററിലാണ് ഇങ്ങനെ എന്താ, നമുക്കറിയാം ഇൻസുലേഷൻ കൂടുതൽ ഇക്വേറ്ററിലാണ്. അപ്പോൾ എക്സസ് ഇൻകമ്മിങ് ഓവർ ഔട്ട് ഗോയിങ് എന്ന് പറയുന്നത് ലോ ആറ്റിറ്റ്യൂഡിലാണ് ഉള്ളത്. പക്ഷേ ഹൈ ലാറ്റിറ്റ്യൂഡ് പോൾസിലൊന്നും അങ്ങനെയല്ല, ഇൻകമ്മിങ് കുറവാണ് അവിടെ. നമുക്കറിയാം ഇൻസുലേഷൻ അവിടെ കുറവാണ് അല്ലേ. അപ്പോൾ ഇത് കാരണമാണ് ഈ ഓരോ ലാറ്റിറ്റ്യൂഡിൽ എർത്ത് വരയ്ക്കുമ്പോൾ പോൾസ് എന്ന് പറയുന്ന ലാറ്റിറ്റ്യൂഡ് ഹൈ ലാറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇക്വേറ്റർ എന്ന് പറയുന്ന പല ലാറ്റിറ്റ്യൂഡ്സ് ആണ്. ഇങ്ങനെ ലാറ്റിറ്റ്യൂഡ്സിലെ ഈ ചേഞ്ച് ഇൻ ഹീറ്റ് ബഡ്ജറ്റ് കാരണമാണ് ഈ വിൻഡും ഓഷ്യൻ കറൻസും ഒക്കെ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡിലെ ഹീറ്റ് ബാലൻസ് പറയുന്നത്, ലാറ്റിറ്റ്യൂഡിനൽ ഹീറ്റ് ബാലൻസ് പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഫാക്ടർ, ഫസ്റ്റ് ഫാക്ടറാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തത്, ഇൻസുലേഷൻ. ഡീറ്റെയിൽ ആയിട്ട് പറയുക, അതിൽ തന്നെയാണ് വാട്ട് ഈസ് ഇൻസുലേഷൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിങ് ടു ഇൻസുലേഷൻ, ദെൻ ഹീറ്റ് ബഡ്ജറ്റ്, സോളാർ കോൺസ്റ്റൻറ്റ്, ലാറ്റിറ്റ്യൂഡിനൽ എന്തായിരുന്നു ഹീറ്റ് ബാലൻസ്. ഇത്രയും ടോപ്പിക്സ് അവിടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ടെമ്പറേച്ചർ എങ്ങനെയാണ് ക്ലൈമറ്റിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇൻസുലേഷൻ എന്താണ്, എർത്തിൻ്റെ ക്ലൈമറ്റ് നിശ്ചയിക്കുന്നത് ഇൻസുലേഷനാണെന്ന് പറഞ്ഞു. ഇനി ഇൻസുലേഷൻ്റെ ഒരു ക്വാണ്ടിഫയിങ് പാരാമീറ്ററാണ് ടെമ്പറേച്ചർ. ഇൻസുലേഷൻ എന്ന് പറയുന്നത് സോളാർ റേഡിയേഷൻ ആണല്ലോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇൻസുലേഷൻ കുറഞ്ഞ ദിവസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് പറയും, എർത്തിൻ്റെ ടെമ്പറേച്ചർ ഇത്രയാണ്. ഇൻസുലേഷൻ നല്ല കൂടിയ ദിവസമാണെങ്കിൽ നമ്മൾ പറയും എർത്തിൻ്റെ ടെമ്പറേച്ചർ അപ്പോൾ അന്നൊരു 45 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ ആ ഇൻസുലേഷനെ മാഗ്നിഫൈ ചെയ്യുന്നതാണ് ഘടകമാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്ലൈമറ്റ്. നമ്മൾ ക്ലൈമറ്റിനെ എങ്ങനെയാണ് ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലാറ്റിറ്റ്യൂഡിലെ കേസ് ഇങ്ങനെ തന്നെ പറയാം. ലാറ്റിറ്റ്യൂഡ് നമ്മുടെ ഇക്വേറ്ററിലാണ് ചൂട് കൂടുതൽ, പോൾസിൽ ചൂട് കുറവാണ്. ചൂട് മീൻസ് ടെമ്പറേച്ചർ കൂടുതൽ എവിടെയാണ്, ഇൻസുലേഷൻ കൂടുതലാണെന്നും ഫസ്റ്റ് നമ്മൾ പറഞ്ഞു. ഇവിടെ ടെമ്പറേച്ചറിനെ പറ്റി പറയുന്നതുകൊണ്ട് ഇക്വേറ്ററിൽ ടെമ്പറേച്ചർ കൂടുതലാണ്, പോൾസിൽ ടെമ്പറേച്ചർ കുറവാണ്. അതുപോലെ എന്തായിരിക്കും ടോപ്പോഗ്രഫി, ടെമ്പറേച്ചർ അല്ലേ, ടോപ്പോഗ്രാഫി ഫാക്ടേഴ്സ് ടെമ്പറേച്ചർ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പം നമുക്കറിയാം ഹൈ എലിവേഷൻ കൂളറായിരിക്കും, ലോ ഹൈ എലിവേഷൻ ഏരിയാസ്, അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മൂന്നാർ ഇടുക്കിയൊക്കെ ടെമ്പറേച്ചർ ഹൈ എലിവേഷനാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ കൂളറാണ്. ഓക്കെ, അപ്പോൾ അതാണ് ടെമ്പറേച്ചറിൻ്റെ കാര്യം. എന്നാൽ തൃശ്ശൂർ, എറണാകുളം ഈ ഏരിയാസ് എല്ലാം വാമറായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ടോപ്പോഗ്രഫി എലിവേഷൻ ഈസ് കോൺട്രിബ്യൂട്ടിങ് ടു ദി ടെമ്പറേച്ചർ. ദെൻ ഓഷ്യൻ കറണ്ട് ടെമ്പറേച്ചർ, ഗൾഫ് സ്ട്രീം കാരണമാണ് കോസ്റ്റ് ഓഫ് യൂറോപ്പ് ഇങ്ങനെ അവിടുത്തെ ഒരു വാംത്ത് ഫീൽ ചെയ്യുന്നത്. ഓഷ്യൻ കറണ്ട്സ് ടെമ്പറേച്ചറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ വിൻഡ്, അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ പാറ്റേൺസ്, വിൻഡ് എക്സെട്ര ഈസ് കോൺട്രിബ്യൂട്ടിങ് ടു ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ ടെമ്പറേച്ചർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഘടകങ്ങൾ ലാറ്റിറ്റ്യൂഡിൽ ഇക്വേറ്ററിലാണ് കൂടുതൽ ചൂടെന്ന് പറയുക. ടോപ്പോഗ്രാഫി ഓർ എലിവേഷൻ ഈസ് കോൺട്രിബ്യൂട്ടിങ് ടു ടെമ്പറേച്ചർ ഇൻ ദ വേ ലൈക്ക് ഹയർ എലിവേഷൻസിലായിരിക്കും കൂളായിട്ട് വരിക, ലോ എലിവേഷൻസിൽ ലോ ലേയിങ് ഏരിയാസിലൊക്കെ ടെമ്പറേച്ചർ മോഡറേറ്റ് ആയിരിക്കും. ഓഷ്യൻ കറണ്ട്സിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ അല്ലേ, സീ ബ്രീസ്, ഓഷ്യൻ കറണ്ട്സ്, അപ്പോൾ അത് ഓഷ്യൻ കറണ്ട്സ് കടലിൽ നിന്ന് വരുന്ന കാറ്റടിച്ചിട്ട് നമ്മുടെ കര എന്താവുന്നുണ്ട്, വാംത്താവുന്നില്ലേ. ഓക്കെ, അപ്പോൾ അതാണ് ഓഷ്യൻ കറണ്ട്സിൻ്റെ ഒരു ഇത് കാരണം. ഫോർ എക്സാമ്പിൾ ഗൾഫ് സ്ട്രീം കോസ്റ്റ് ഓഫ് യൂറോപ്പിലേക്ക് തന്നെ വാമാക്കുന്നത് നമ്മുടെ ഗൾഫ് സ്ട്രീമിൻ്റെ കറണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടർ ഹ്യൂമിഡിറ്റിയാണ്. ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ എത്രമാത്രം വാട്ടർ വേപ്പർ എയറിലുണ്ട് എന്നുള്ളതിനെയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമിഡിറ്റി എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്? നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ, അതായത് അറ്റ്മോസ്ഫിയറിൽ എത്ര മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് എന്നുള്ളതിനെയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, കൂടുതൽ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ മഴയുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ the amount of vapor in the affect the temperature. ഹൈ ഹ്യൂമിഡിറ്റി ആണെങ്കിൽ ക്ലൗഡ് കവർ വരും, അത് കാരണം ടെമ്പറേച്ചർ ഡ്രോപ്പ് വരും അല്ലേ. എന്നാൽ അതന്നെ മഴ വരും എന്നുള്ളത് പറയുന്നതിന് പകരം നമ്മൾ ടെമ്പറേച്ചർ കുറയുന്നു എന്ന് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഹൈ ഹ്യൂമിഡിറ്റി ആണെങ്കിൽ പ്രസിപ്പിറ്റേഷൻ മഴ വരും, അപ്പം മഴയുടെ ഒരു ക്ലൈമറ്റ് വരും. ദെൻ ഹൈ ഹ്യൂമിഡിറ്റി ആണെങ്കിൽ ക്ലൗഡ് കവർ അല്ലെ, കാർമേഘങ്ങൾ വരും, അത് കാരണം ടെമ്പറേച്ചർ ഡ്രോപ്പ് വരും, ടെമ്പറേച്ചറിന് റെഗുലേറ്റ് ചെയ്യപ്പെടും. ദെൻ അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, അറ്റ്മോസ്ഫിയർ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി. അതായത് ഈ അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എയറിന് എത്ര പെട്ടെന്ന് റൈസ് ചെയ്യാനും ഫോൾ ചെയ്യാനും പറ്റും എന്നുള്ളതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, ഹൈ ഹ്യൂമിഡിറ്റി ആകുമ്പോൾ മേഘങ്ങൾക്ക് പൊന്താനും താഴാനും അത്ര പറ്റില്ലല്ലോ, ഡിഫിക്കൽട്ടായിരിക്കില്ലേ. അപ്പോൾ സ്റ്റേബിൾ കണ്ടീഷനിലായിരിക്കും അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഹ്യൂമിഡിറ്റി എന്നുള്ള ഒരു പോയിന്റിനെ, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന ഫാക്ടർ എങ്ങനെ ക്ലൈമറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയാം. ദെൻ ഹ്യൂമിഡിറ്റി എങ്ങനെയാണ് ഹ്യൂമിഡിറ്റി മാറുന്നത്? ഡീഫോറസ്റ്റേഷൻ, അഗ്രികൾച്ചർ, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറ്റ്മോസ്ഫിയറിലെ ആ വാട്ടർ ബാലൻസ് നഷ്ടപ്പെടും എന്നുള്ള പോയിന്റ് വേണമെങ്കിൽ പറയാം. ദെൻ ഇത് നമ്മൾ പിന്നെ നോക്കും, സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുമ്പോൾ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, സ്റ്റേബിൾ, ഇത് കണ്ടോ, ടെമ്പറേച്ചർ സ്റ്റേബിൾ, ഇവിടെയാണ് സ്റ്റേബിൾ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഓഫ് ദി എയർ പാഴ്സൽ കുറവാണ് കമ്പയർ ടു ദ സറൗണ്ടിങ് എയറിനേക്കാളും ഈ ടെമ്പറേച്ചർ, ഈ നീല സാധനത്തിൻ്റെ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് അതിന് പൊന്താനും താഴാനും പറ്റുന്നില്ല. അപ്പോൾ അതൊരു കംഫർട്ട് പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് സ്റ്റേബിൾ കണ്ടീഷൻ ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പിന്നെ നമ്മളത് കവർ ചെയ്യും കേട്ടോ. ഇനി അടുത്തത് പ്രഷർ. എന്ന് പറയുന്നത് എന്താ? പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെയാണ് ക്ലൈമറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഹൈ പ്രഷർ ടെമ്പറേച്ചർ
Areas of high pressure are generally associated with clear skies and warm temperature. Areas of low pressure എന്ന് പറയുമ്പോൾ ഹില്ലിൻ്റെ മുകളിലൊക്കെ ഉള്ള റീജിയൻസ് എപ്പോഴും മഴയുള്ള സ്ഥലങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ പറയുക. ഹൈ പ്രഷർ ലോ പ്രഷർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ മൗണ്ടേനിയസ് റീജിയൻസിൽ എപ്പോഴും ക്ലൗഡി സ്കൈസും കൂളർ ടെമ്പറേച്ചറും ആയിരിക്കും. ഹൈ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ തീരപ്രദേശങ്ങളിലൊക്കെ ക്ലിയർ സ്കൈസും വാം ടെമ്പറേച്ചറും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈ പ്രഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെ ക്ലൈമറ്റിലേക്ക് ലിങ്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. നൗ ദ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ. എയർ പ്രഷർ ഗ്രഡേഷൻ ഉള്ളത് കൊണ്ടാണ്, എയർ പ്രഷർ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് കാറ്റ് വരുന്നത് കൊണ്ടാണ് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ വരുന്നത്. അത് കാരണം ഹീറ്റ് മോയ്സ്ചറൊക്കെ പ്ലാനറ്റിൽ ബാലൻസ്ഡ് ആവുന്നു. ഓക്കെ, ഇനി ഈ പ്രഷർ വരുന്നത് കൊണ്ടാണ് കാറ്റ് വരുന്നതെന്ന് പറഞ്ഞു, കാറ്റ് വന്നതുകൊണ്ടാണ് മഴ വരിക. ആ രീതിയിൽ ആ പോയിന്റ് ലിങ്ക് ചെയ്ത് പറയാം. ഓക്കെ, ഞാൻ അടുത്ത് വിൻഡ് എന്ന് പറയുന്നത് എങ്ങനെ ക്ലൈമറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അത് നമ്മൾ സിമ്പിളായിട്ട് പറയാലോ. കാറ്റുള്ളത് കൊണ്ടാണ് മഴ വരുന്നത്. ഓക്കെ, വിൻഡ് ഉണ്ടെങ്കിലാണ് വിൻഡ് ഡ്രിവൺ ആയിട്ട് മോയ്സ്ചർ ഒരു കാറ്റ് പ്രസിപ്പിറ്റേഷൻ വരിക. അതുപോലെ വിൻഡ് ഉള്ളത് കൊണ്ട് മഴ തന്നെ വന്നോളണമെന്നില്ല. നമ്മുടെ കുളിർ കാറ്റുകൾ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, വാം എയർ പോക്കറ്റ്സിൻ്റെ പാസേജ് കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ, നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ പറയുക. ഇതിനടുത്തത് ഫാക്ടർ എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ ആണ്. മഴ മാത്രമല്ല, ഇറ്റ് കുഡ് ബി ദ ഡൗൺ പോർ ഓഫ് റെയിൻ, സ്നോ, സ്ലീറ്റ്, ഹെയിൽ എക്സെട്ര. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനൻ ഉള്ളത് കൊണ്ട് ഭൂമിയിലെ ഭൂമിയിലെ ക്ലൈമറ്റ് മോഡറേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, വാട്ടർ സൈക്കിൾ അല്ലേ. പ്രസിപ്പിറ്റേഷൻ മീൻസ് അവിടെ ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയർ സ്റ്റെബിലിറ്റിയും വാട്ടർ സൈക്കിളും എല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മളതിനെ അത് പറയാം. ഒരു പ്രസിപ്പിറ്റേഷൻ, ഒരു മഴ പെയ്യുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു, അറ്റ്മോസ്ഫിയർ സ്റ്റെബിലിറ്റി എന്നുള്ളത് ഫീൽ ചെയ്യുന്നു, ദെൻ വാട്ടർ സൈക്കിളിൻ്റെ ഒരു ചേഞ്ച് ഓവർ വരുന്നുണ്ട്. സോ ഓൾ ദീസ് ആർ ഇൻഫ്ലുവൻസിങ് ദി ലോക്കൽ ക്ലൈമറ്റ് ഓഫ് ദി റീജിയൻ. ഓക്കെ, നൗ പ്രസിപ്പിറ്റേഷൻ. ഇത് തന്നെ പ്രസിപ്പിറ്റേഷൻ മഴ പെയ്യുമ്പോൾ എന്താണ്, ടെമ്പറേച്ചർ നമുക്ക് ഹെവി റെയിൻഫോൾ, കൂൾ ദെയർ അല്ലേ. മഴ വരുമ്പോൾ ഇതാവുന്നുണ്ട്. ദെൻ അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി മീൻസ് ഹെവി പ്രസിപ്പിറ്റേഷൻ അറ്റ്മോസ്ഫിയർ ക്ലൗഡിനെ റൈസ് ആൻഡ് ഫോള് പോസിബിൾ അല്ലാത്ത രീതിയിൽ അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ദെൻ വാട്ടർ സൈക്കിൾ, അതാ ഒരു പോയിന്റ് പറയുക. ഈ പ്രസിപ്പിറ്റേഷൻ ഉള്ളത് കൊണ്ട് വാട്ടർ സൈക്കിള് പ്രോപ്പറായിട്ട് പാസ് ഓൺ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ റോൾ ഇൻ റെപ്ലനിഷിംഗ് ദി വാട്ടർ സപ്ലൈ. ഓക്കെ, നൗ ക്ലൈമറ്റ് സോൺസ്. ട്രോപ്പിക്കൽ, ടെമ്പറേറ്റ്, പോളാർ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് precipitation. We have categorized the earth into tropical regions, temperate regions, polar climate, etc. The last point, factors influencing climate, like topography ആണ്. ടോപ്പോഗ്രഫി നമുക്കറിയാം. ഒരു ടോപ്പോഗ്രഫി എങ്ങനെയാണ് പറയുക, എലിവേഷൻ, സ്ലോപ്പ് ആൻഡ് ആസ്പെക്റ്റ്. ഈ 3 പോയിന്റും ഒത്തുചേരുമ്പോഴാണ് നമ്മളതിനെ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ടോപ്പോഗ്രഫി നമ്മൾ പറയില്ലേ, ടോപ്പോഗ്രഫി നമുക്ക് കോസ്റ്റൽ റീജിയൻസും അല്ലേ, ഭൂമിയിൽ കേരളത്തിൽ 3 ടോപ്പോഗ്രഫിയിലുള്ളത്. ഹില്ലി റീജിയൻസ് ഉണ്ട്, ദെൻ എന്താണ് കോസ്റ്റൽ റീജിയൻസ് ഉണ്ട്, ദെൻ ഹൈലാൻഡ്സ് ഉണ്ട്. ഹൈലാൻഡ്സ് അല്ല, മിഡായിട്ട് വരുന്ന റീജിയൻസ് ഉണ്ട് അല്ലെ, മിഡ് ലാൻഡ്സ് ഉണ്ട്. നൗ അപ്പോൾ അവിടെ ഓരോ സ്ഥലത്തും ക്ലൈമറ്റ് വേരിയേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഇടുക്കിയിലെ ക്ലൈമറ്റ് അല്ല ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ കാരണം എന്താ, അവിടുത്തെ എലിവേഷൻ, സ്ലോപ്പും ആസ്പെക്റ്റും വ്യത്യാസമായതുകൊണ്ടാണ് അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുന്നുണ്ടാവുക. ഓക്കെ, എലിവേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഹയർ എലിവേഷനിൽ പോകുമ്പോൾ അവിടെ എന്തായിരിക്കും, കൂൾ ടെമ്പറേച്ചർ ആയിരിക്കും. കാരണം അവിടെ എയർ തിന്നായിട്ട് വരും എന്നാണ് പറയുന്നത്. അവിടെ എന്താ എയറിൻ്റെ എമൗണ്ട് കുറവായതുകൊണ്ട് അല്ലെ, മേലേക്ക് കയറുന്നതോടെ നമുക്ക് ഓക്സിജനൊന്നും കിട്ടില്ല. കുന്ന് കയറുമ്പോൾ നമുക്ക് ഓക്സിജൻ കിട്ടില്ല, കാരണം അവിടെ എയർ ഇല്ല. അപ്പോൾ അവിടെ ലെസ് ഹീറ്റ് റിട്ടൻഷൻ ആയതുകൊണ്ടാണ് അവിടെ എപ്പോഴും ഒരു തണുപ്പുണ്ടാവുക. ദെൻ അതുകൊണ്ട് മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്,
സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ ഓറോഗ്രാഫിക് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ വിൻഡ് വാർഡ് സൈഡ് മഴ പെയ്യുന്ന ആ ഒരു ഇതിനെയാണ് വിൻഡ് വാർഡ് സ്ലോപ്സ് എന്ന് പറയുന്നത് കേട്ടോ. മഴ വിൻഡ് അടിക്കുന്ന ആ ഒരു ഡയറക്ഷനിൽ തന്നെ മഴ റിസീവ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ വിൻഡ് വാർഡ് സ്ലോപ്പ് എന്ന് പറയും. അപ്പോൾ ആ ഒരു സൈഡിലായിരിക്കും മഴയുടെ ഇത് വരുന്നുണ്ടാവുക. ഓക്കെ, ആസ്പെക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് സ്ലോപ്പ് ഫേസസ് ക്യാൻ എഫക്ട് ദ ടെമ്പറേച്ചർ ആൻഡ് precipitation. സൗത്ത് ഫേസിങ് സ്ലോപ്സിനായിരിക്കും മോർ സൺലൈറ്റും ജനറലി വാം ആയിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ. സൗത്ത് ഫേസിങ് സ്ലോപ്സിന് കൂടുതൽ സൺലൈറ്റ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ആ ഒരു ഫീച്ചറിനെയാണ് ആസ്പെക്ട് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പോഗ്രാഫി എന്ന് പറയുന്ന ഘടകം എങ്ങനെയാണ് ക്ലൈമറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ 7 ഫാക്ടേഴ്സും പഠിക്കണം. എല്ലാത്തിൽ നിന്നും ഒരു മിനിമം 2 പോയിന്റ്സ് എന്നുള്ള രീതിയിലെങ്കിലും പഠിച്ചെഴുതണം. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്ലൈമറ്റ്, ഇൻസുലേഷൻ തുടങ്ങി ടോപ്പോഗ്രഫിയിൽ അവസാനിക്കുന്ന 7 പോയിന്റ്സ് ആണ് അവിടെ കവർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ബാക്കി വരുന്ന ടോപ്പിക്സ് ഇത്രയെല്ലാം ഇതുവരെ ഉള്ളതെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡ്യൂളിൽ നിന്ന് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഇനി ബാക്കി വരുന്ന ടോപ്പിക്സ് ഈ ഒരു കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കവർ ചെയ്യാം. അത് ഇപ്പോൾ ബാക്കിയൊരു 1/4 മൊഡ്യൂൾ ടോപ്പിക്സിൽ വരുന്നതാണ് ഈ ഒരു പോർഷൻ കേട്ടോ. അറ്റ്മോസ്ഫിയർ സ്റ്റെബിലിറ്റി, ലാബ്സ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേവരെയുള്ള ടോപ്പിക്സിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്ലൈമറ്റ്, ഈ 7 ഫാക്ടേഴ്സും. ഓക്കെ, താങ്ക് യു.